സെക്രട്ടേറിയറ്റ് അതിക്രമക്കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും വൈകിട്ട് 6 മണിക്ക് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമർജ്വാല എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും അബിൻ അറിയിച്ചു. തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ ഒരു വിവരവും തരാതെ സംസ്ഥാന ദിവസമല്ലേ, അല്ല കൊലക്കേസിലെ പ്രതിയൊന്നുമല്ല. എവിടെയാണ് കൊണ്ടുപോകുന്നത്, എവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഞങ്ങൾ അറിയണ്ടേ. ഇനി കോടതിയിലാണോ വേറെ എവിടെയെങ്കിലാണോ കൊണ്ടുപോകണത് ഞങ്ങൾ അറിയണ്ടേ. പോലീസിന്റെ ഇരുട്ട് മുറി കൊണ്ടിരിക്കാനാണോ എന്ന് ഞങ്ങൾ അറിയട്ടെ. ഞങ്ങൾക്ക് ഒരു സൂചന പോലും തരുന്നില്ല. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒളിച്ചു കളർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായ പ്രശ്നം ഇനിയുണ്ടോ. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ ശക്തമായ സമരത്തിനും യൂത്ത് കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ അറസ്റ്റിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും പോലീസിൻ്റെ അസാധാരണ നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൻ്റെ പേരിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. 22 വരെ റിമാൻഡ് ചെയ്ത രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ മാസം 20 നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിലെ കേസിൽ 4ാം പ്രതിയാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് 1ാം പ്രതിയായ കേസിൽ രാഹുലിൻ്റെ അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നും കൻ്റോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെത്തിച്ചു. ഫോർട്ട് ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പിന്നാലെ രാഹുലിൻ്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകി. പ്രോസിക്യൂഷനും രാഹുലിൻ്റെ അഭിഭാഷകനും തമ്മിലെ വാദപ്രതിവാദങ്ങൾക്ക് 1 മണിക്കൂറോളം നീണ്ടു. പ്രതിഷേധമല്ല, അക്രമമാണ് നടന്നതെന്നും പട്ടിക കൊണ്ട് പോലീസുകാരനെ ആക്രമിച്ചുവെന്നും രാഹുലിന് ജാമ്യം കൊടുക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അക്രമം തടയേണ്ട രാഹുൽ അതിന് ശ്രമിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ സ്വാഭാവികമായ പ്രതിഷേധമായി ഉണ്ടായതെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. ഇന്നലെ വരെ പൊതുമധ്യത്തിലുണ്ടായിരുന്ന പൊതുപ്രവർത്തകനെ പുലർച്ചെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത നടപടി അസാധാരണമാണ്. രാഹുലിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനായി കേസ് മാറ്റി. 4 മണിയോടെ കേസ് പരിഗണിച്ചപ്പോൾ വീണ്ടും വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി.